ഇന്നിപ്പോൾ നമ്മൾ മൈക്രോ ഗ്രീൻസ് വെച്ചിട്ട് ചെറിയ റെസിപ്പി ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ മൈക്രോ ഗ്രീൻസ് എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം, നമ്മൾ ഈ പയറുവർഗ്ഗങ്ങൾ അതുപോലെ തന്നെ ചെറിയ സീഡ്സൊക്കെ വെള്ളത്തിലിട്ടൊന്ന് സോക്ക് ചെയ്ത് ഇതുപോലെ ഒരാഴ്ച കൊണ്ട് വളർന്നു വരുന്ന ചെറിയ തൈകൾ, ഇലകളുള്ളത്, അതിനെയാണ് നമ്മൾ മൈക്രോ ഗ്രീൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ശരിക്കും മണ്ണൊന്നും ആവശ്യമില്ല ഇതിന് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഒരു വെറ്റായിട്ടുള്ളൊരു തുണിയിലാണ് ഇതുപോലെ തുണി നനച്ചിട്ട് മുളപ്പിച്ച ചെറുപയറാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ മേലെ വെതറി കൊടുത്താണ്. അപ്പോൾ ഇത് ഒരാഴ്ച ആയപ്പോഴത്തേനും ഇതേപോലെ വളർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ്. ഞാൻ ഒന്ന് ഐസ്ക്രീമിൻ്റെ ബോക്സിലും ഇതുപോലെ ചെയ്തതാണ്. ഇത് നമുക്ക് സലാഡ്സിലും ഇട്ട് ഉപയോഗിക്കുക, കുക്ക് ചെയ്യാതെ തന്നെ. അതുപോലെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴും ഒക്കെ ഇതുപോലെ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ചെറുതായിട്ട് കുക്ക് ചെയ്തിട്ട് ഇത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ വൃത്തിയായി കഴുകിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് ഇതുപോലെ അരിഞ്ഞെടുക്കണം. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് വൻപയറും കൂടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി കുറച്ച് പയർ വേവിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ സാധാരണ നമ്മൾ തോരൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ വെളിച്ചെണ്ണയിൽ കടുക് വറുത്ത്, ചെറിയ ഉള്ളിയും കുറച്ച് പയറായതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചതച്ച് എടുത്തിട്ടുണ്ട്. പയറൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഇടിച്ച മുളക് കൂടുതൽ സ്വാദായിരിക്കുള്ളൂ. വെളിച്ചെണ്ണയിൽ ഇതൊക്കെ നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. പിന്നെ ഇതിലേക്ക് നമ്മൾ 2 കൈപ്പിടിയോളം ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മൈക്രോ ഗ്രീൻസ് എന്ന് പറയുമ്പോൾ ചീര പോലെ തന്നെയല്ലേ, അപ്പോൾ ഇതിലേക്ക് തേങ്ങ ഇടുന്നത് കൂടുതൽ നല്ലതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ മാത്രമായിട്ട് ഉണ്ടാക്കാം കേട്ടോ, പയറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് ഇത് മാത്രമായിട്ടും അതിൻ്റെ കൂടെ വേണമെങ്കിൽ എഗ്ഗ് ചേർത്ത് എഗ്ഗ് ചിക്കിയിട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അല്ല നമ്മളിഷ്ടം പോലെ തന്നെ പെട്ടെന്നൊന്ന് ചൂടാകുമ്പോഴത്തേനും ഇത് വെന്ത് കിട്ടും. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതിലേക്ക് ഉപ്പ് ചേർക്കുമ്പോൾ വളരെ കുറച്ച് അളവിൽ തന്നെ ചേർത്താൽ മതി. പെട്ടെന്ന് തന്നെ ഉപ്പ് കയറി പിടിക്കും ഇതിലേക്ക്. ഇതുപോലെ ഇങ്ങനെ പയർ മുളപ്പിച്ച് കഴിക്കുമ്പോൾ ന്യൂട്രീഷൻ വാല്യൂ വളരെ കൂടുതലായിരിക്കുള്ളൂ. കഴിക്കാനും നല്ലതല്ലേ നമ്മളെ ഹെൽത്തിന്. പെട്ടെന്ന് തന്നെ 1-2 മിനിറ്റ് കൊണ്ടൊന്ന് വാടിക്കിട്ടും. ഇതിലേക്ക് ഇനി വേവിച്ച പയറും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് നമ്മളിപ്പോൾ. സംഭവം റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇതിനോടൊപ്പം നമ്മൾ ഇന്നലെ ഓണസദ്യ കഴിച്ചൊരു ജസ്റ്റ് ഒരു വീഡിയോ കൂടെ കാണിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ പ്രാവശ്യം ഓണസദ്യ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, പാർസലായിട്ട് വാങ്ങിയത് തന്നെയാണ്. അപ്പോൾ എന്നാലും എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു, നല്ല സദ്യയായിരുന്നു. പക്ഷേ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് ലാവിഷായിട്ട് ഉണ്ടാവുകയും ചെയ്യുമല്ലോ. പായസമൊക്കെ ഒരുപാടുണ്ടാകും. ഇതാകുമ്പോൾ അതിൻ്റെ അളവിന് കുറച്ചല്ലേ കിട്ടുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു ഓണസദ്യയുടെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിരുന്ന ചെറിയൊരു പാർസലാണ്. അപ്പോൾ അതൊന്ന് അൺബോക്സ് ചെയ്യുന്നത് കാണിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾക്ക് ഡെയിലി യൂസിന് പറ്റിയ ബോട്ടിൽസുകളാണ്, ഗ്ലാസ് ബോട്ടിൽസ്. സാധാരണ നമ്മളിങ്ങനെ കടകളിൽ ചെന്നാൽ ഇപ്പോൾ തീരെ കിട്ടാത്തൊരു സാധനമാണ് ഈ ഗ്ലാസിൻ്റെ ബോട്ടിൽ. പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറച്ച് കുറക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഗ്ലാസിൻ്റെ ബോട്ടിൽസ് എന്നാൽ കടകളിൽ നിന്ന് കിട്ടാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആമസോണിൻ്റെ സൈറ്റിൽ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഓർഡർ ചെയ്തെന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. ഇതിപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്ലാസ് ജാർ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അടപ്പാണെങ്കിലും നല്ല ടൈറ്റായിട്ട് ഇരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾക്കിത് മൾട്ടി പർപ്പസ് യൂസാണ്, ഒരുവിധം എല്ലാത്തിനും യൂസ് ചെയ്യാം. അപ്പോൾ പല വെറൈറ്റിയിലും കിട്ടാനുണ്ട്, പല സൈസസും ഉണ്ട്. അപ്പം ഞാനിപ്പോൾ ഇവിടെ 2 അളവിലുള്ളതാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ കാരണം അത് സേഫായിട്ട് കിട്ടുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയണമല്ലോ. ഗ്ലാസ് ബോട്ടിൽസ് അല്ലേ, എന്തായാലും നമുക്ക് പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്നതിലും കൂടുതൽ നല്ലത് തന്നെയാണിത്. ശരിക്കും നമ്മൾ ഈ പുളിയുള്ള ഐറ്റംസ് ഒന്നും ഈ പ്ലാസ്റ്റിക് ബോട്ടിലിൽ യൂസ് ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് തൈര്, ഈ അച്ചാർ, പുളിയിഞ്ചിയൊക്കെ അതുപോലെ തന്നെ ഇതുപോലെ ഗ്ലാസ് ബോട്ടിൽസാണ് നല്ലത്. ഇതിപ്പോൾ എല്ലാം നമുക്കിവിടെ സേഫായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കൂടുതൽ വിലയൊന്നുമില്ലല്ലോ ഈ ബോട്ടിലിൽ. അപ്പോൾ എല്ലാ സാധനങ്ങളും നമുക്കിതുപോലെ ഇട്ട് വെക്കാം.
അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് എഴുതി അറിയിക്കാൻ മറക്കരുതേ. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.